Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 7 ചൊവ്വാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഔദ്യോഗിക സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയും ചർച്ചയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും മേഖലയിലെ സമാധാന നീക്കങ്ങളെക്കുറിച്ചും നേതാക്കൾ സംസാരിച്ചു. ഇറാനിയൻ ആക്രമണ സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിന് ഹമ്മദ് രാജാവ് പ്രത്യേക നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ആശംസകൾ ഡോക്ടർ ജയശങ്കർ രാജാവിന് കൈമാറി. ബഹ്റിനിലെ ആരോഗ്യമേഖലയിലും സാമൂഹിക ജീവകാരുണ്യ രംഗത്തും 4 പതിറ്റാണ്ടിലേറെയായി സജീവ സാന്നിധ്യമായിരുന്ന പ്രമുഖ ഇന്ത്യൻ ഫിസിഷ്യൻ ഡോക്ടർ PV ചെറിയാൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 1979 ബഹ്റൈനിലെത്തിയ അദ്ദേഹം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ എമർജൻസി വിഭാഗത്തിലാണ് സേവനം ആരംഭിച്ചത്. ബഹ്റൈനിലെ മുൻ പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ സംഘത്തിൽ അംഗമായിരുന്ന അദ്ദേഹം ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവയുടെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹ്റൈൻ കേരളീയ സമാജം, ഇന്ത്യൻ ക്ലബ്ബ്, നിരവധി പ്രവാസി കൂട്ടായ്മകൾ എന്നിവയിലും സജീവമായിരുന്നു അദ്ദേഹം. ബഹ്റൈനിലെ വടക്കൻ ഗവർണറേറ്റിൽ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി മുനിസിപ്പൽ കൗൺസിൽ കർശന നടപടികൾ ആരംഭിക്കുന്നു. നിയമലംഘകർക്ക് 300 ബഹ്റൈൻ ദിനാർ പിഴ ചുമത്തുന്നതടക്കമുള്ള മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ ഇനി മുതൽ മാലിന്യ ബോക്സുകളിൽ പതിക്കും. മാലിന്യങ്ങൾ ബോക്സിന് പുറത്ത് ഉപേക്ഷിക്കുക, മൃഗങ്ങൾക്കും പക്ഷികൾക്കും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി ഭക്ഷണം നൽകുക തുടങ്ങിയ തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാനാണ് ഈ നീക്കം. ഇതിനായുള്ള നിർദ്ദേശത്തിന് കൗൺസിൽ ഏകകണ്ഠമായി അംഗീകാരം നൽകിയിട്ടുണ്ട്. ബഹ്റിനിൽ വേനൽച്ചൂടും അന്തരീക്ഷാർദ്രതയും വർദ്ധിച്ചതോടെ പ്രാദേശിക വിപണികളിൽ തണ്ണിമത്തിന് പ്രിയമേറുന്നു. 3 കിലോ തണ്ണിമത്തിന് 1 ബഹ്റൈൻ ദിനാർ എന്ന ആകർഷകമായ വിലയ്ക്കാണ് ഇപ്പോൾ വിപണിയിൽ വിൽപ്പന നടക്കുന്നത്. ജോർദാൻ, സൗദി അറേബ്യ, ഒമാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തണ്ണിമത്തനുകളാണ് വിപണിയിലെത്തുന്നത്. ഇതിൽ ജോർദാനിൽ നിന്നുള്ള ചുവന്ന തണ്ണിമത്തനാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതെന്ന് വ്യാപാരികൾ വ്യക്തമാക്കുന്നു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് ബഹ്റൈൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 6ാം പതിപ്പിൽ ഇതാദ്യമായി അന്താരാഷ്ട്ര തലത്തിലുള്ള ചിത്രങ്ങൾക്കും മത്സര വിഭാഗത്തിലേക്ക് പ്രവേശനം അനുവദിച്ചു. 55 രാജ്യങ്ങളിൽ നിന്നായി റെക്കോർഡ് എണ്ണമായ 894 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ബഹ്റൈനി ചിത്രങ്ങൾ, ഷോർട്ട് ഫിക്ഷൻ, ഡോക്യുമെന്ററികൾ, ആനിമേഷൻ, സ്റ്റുഡന്റ് ഫിലിംസ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുക. വിദേശങ്ങളിൽ നിന്നുള്ള പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും ഇത്തവണ മേളയിൽ അതിഥികളായെത്തും.
ബഹ്റിനിലെ അറാദിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 പേരുടെ മരണത്തിനും 6 പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ സംഭവത്തിൽ റെസ്റ്റോറന്റ് ഉടമയുടെ 3 വർഷത്തെ തടവ് ശിക്ഷ സുപ്രീം കോടതി ശരിവച്ചു. സിവിൽ ഡിഫൻസിന്റെ നിർബന്ധിത അനുമതിയില്ലാതെയും അംഗീകാരമില്ലാത്ത ഗ്യാസ് സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് റെസ്റ്റോറന്റ് പ്രവർത്തിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ചുമത്തിയ ശിക്ഷ കോടതി പൂർണ്ണമായും സ്ഥിരീകരിച്ചത്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.